വി ഡി സതീശനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വേണുഗോപാൽ ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ? എന്നെ കാറി കയറ്റിയത് തെറ്റായിപ്പോയെന്ന് പറയുന്നുണ്ടോ? അതുപോലെ ഏറ്റവും സീനിയറായ ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ്. അതുപോലെ എ കെ ആന്റണി ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ. എ കെ ആന്റണി കാറിക്കയറ്റി തെറ്റായിപ്പോയി എന്ന് പറയാറുണ്ടോ? അതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവരാരെങ്കിലും പറയുന്നുണ്ടോ? ഈ മാന്യനല്ലേ പറയുന്ന മുഴുവൻ? യഥാർത്ഥ വർഗീയ സംഘടനയെ കൂടെ നിർത്തുകയും മതേതരത്വം പറഞ്ഞ് ഞങ്ങളെക്കൊണ്ടുള്ളവരെ വർഗീയവാദിയാക്കി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നത് തന്നെ സീതാരാമ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രവർത്തനവും കൊണ്ടാണ്. അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക, യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ, അതുപോലെ ഞങ്ങളെക്കുറിച്ചുള്ള ഈ വർഗീയവാദത്തിന് എതിരായി എല്ലാവരെയും സമന്വയത്തോടുകൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഇയാളാണ്. അയാൾ പറയുമ്പോൾ അയാൾക്കെതിരെ ഞങ്ങൾ പറയും. യു ഡി എഫിന് ഞങ്ങൾ ആരും എതിരല്ല. കോൺഗ്രസ് ഞാനെതിരല്ല. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കമാണ്. ആ ഒരു നീക്കം കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. അവരൊക്കെ കുറെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള, ഇയാൾ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല. അവരെല്ലാം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിന്റെ അധികായനാണ്. അതുപോലെ എ കെ ആന്റണി അതിൽ ഉന്നതനാണ്. ഈ ഉന്നതരായ ഈ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ച വളരെ സീനിയറായ ആളുകളുണ്ടല്ലോ. അവരാരും ഇതുപോലുള്ള വർത്തമാനമൊന്നും പറയാറില്ലല്ലോ. അവർക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനകത്ത് ഒരയോഗ്യതയില്ല. വേണുഗോപാലിന് വരുന്നതിന് എന്താ അയോഗ്യത? രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നതിന് എന്താ അയോഗ്യത? ഇനി എ കെ ആന്റണിക്ക് ഉണ്ടാവുമെന്ന് ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? യോഗ്യനാണെന്നും പുള്ളി സ്വയം യോഗ്യത അഭിനയിക്കാൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും യോഗ്യതയാണ്. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അതിന്റെ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് വളരെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്താത്തത് അല്ല. കണ്ട ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.